അന്യഗ്രഹ ജീവികളുടെ പേടകങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഏലിയൻ UFOകളെക്കുറിച്ച് പഠിക്കാനായി അമേരിക്കൻ എയർഫോഴ്സ് ആരംഭിച്ച പ്രോജക്റ്റാണ് പ്രോജക്റ്റ് ബ്ലൂ ബുക്ക്. ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല വിവരങ്ങളും അതീവ രഹസ്യമായിട്ടാണ് അമേരിക്ക സൂക്ഷിച്ചു വെച്ചിരുന്നത്. എന്നാൽ പിന്നീടാണ് അത് ഡീക്ലാസിഫൈ ചെയ്തത്. ഇപ്പോൾ നാഷണൽ ആർക്കൈവിൽ അത് ലഭ്യമാണ്. ആ പ്രോജക്റ്റിൽ വിവരിക്കുന്ന ഏലിയൻ UFOകളെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംവദിക്കാൻ പോകുന്നത്. 1947 ജൂൺ മാസം അമേരിക്കയിലെ ഒരു സ്റ്റേറ്റ് ആയ വാഷിംഗ്ടണിലെ ആകാശമാണ് സംഭവസ്ഥലം. മൗണ്ട് റെയിനിയറിൽ നിന്നും അധികമൊന്നും അകലെയല്ല ഈ പ്രദേശം. അതുവഴി ഒരു വിമാനം പറന്നു പോവുകയായിരുന്നു. അതൊരു പ്രൈവറ്റ് വിമാനമാണ്. ആ ഫ്ലൈറ്റ് ഓടിച്ചിരുന്നത് കെന്നത്ത് അർണോൾഡ് എന്ന ഒരു പൈലറ്റ് ആയിരുന്നു. അദ്ദേഹം വളരെ വിചിത്രമായിട്ടുള്ള ഒരു വസ്തുവിനെ ആകാശത്ത് കാണുകയുണ്ടായി. അത് വളരെയധികം തീവ്രമായ വേഗതയിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ പറക്കുന്ന ഒരു സോസർ പോലെയാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലും അങ്ങനെ തന്നെയാണ് അത് കാണപ്പെടുന്നത്. ഒരു പറക്കുന്ന സോസർ ആകാശത്തൂടെ പറത്തു പോകുന്നു. ഫ്ലൈയിങ് സോസർ അല്ലെങ്കിൽ ഫ്ലൈയിങ് ഡിസ്ക് എന്ന പേരിലാണ് ആദ്യകാലം മുതൽ തന്നെ ഏലിയൻ UFOകൾ അറിയപ്പെടാൻ തുടങ്ങിയത്. തൊട്ടടുത്ത മാസം, അതായത് 1947 ജൂലൈ മാസം, ആ മാസത്തിലാണ് വളരെയധികം നൊട്ടോറിയസ് ആയി മാറിയ UFO സൈറ്റിംഗ്സ് ഉണ്ടായത്. ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് ന്യൂ മെക്സിക്കോ എന്ന സ്റ്റേറ്റിലാണ്. അവിടുത്തെ റോസ്വെൽ എന്ന സ്ഥലം. അമേരിക്കൻ എയർഫോഴ്സിലെ ഇന്റലിജൻസ് ഓഫീസറായ മേജർ ജെസ്സി എ മാർഷൽ, അദ്ദേഹത്തിന്റെ വീട് റോസ്വെല്ലായിരുന്നു. അന്ന് വൈകുന്നേരം അദ്ദേഹം അദ്ദേഹത്തിന്റെ കാറിൽ വീട്ടിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അതൊരു സാധാരണ രാത്രി ആയിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ പക്കൽ അസാധാരണമായ ഒരു വസ്തു ഉണ്ടായിരുന്നു. അത് തന്റെ മകനെ ഏൽപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഇത്തവണ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നത്. വീട്ടിൽ എത്തിയ ഉടനെ തന്നെ അദ്ദേഹം നേരെ പോയത് മകന്റെ മുറിയിലേക്കായിരുന്നു. വളരെ അമൂല്യമായിട്ടുള്ള ആ സമ്മാനം മകന് അദ്ദേഹം സമ്മാനിച്ചു. അതൊരു ഏലിയൻ UFOയുടെ ഉള്ളിൽ നിന്ന് ലഭ്യമായ വസ്തുവായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനോട് പറഞ്ഞത്. അധികം വലിപ്പമൊന്നും അതിനുണ്ടായിരുന്നില്ല. പക്ഷേ നീളമുള്ള ഒരു പദാർത്ഥമായിരുന്നു. അത് വല്ലാത്ത രീതിയിൽ തിളങ്ങുന്നുമുണ്ടായിരുന്നു. ഇത് വെറും ഒരു കെട്ടുകഥയല്ല. ആ കാലഘട്ടത്തിൽ ഒഫീഷ്യലായി തന്നെ ഇത് അമേരിക്ക വ്യക്തമാക്കുകയും ചെയ്തു. അതും പത്രത്തിലൂടെ. ചരിത്രത്തിൽ ആദ്യമായി ഒരു ഫ്ലൈയിങ് സോസറിനെ പിടിച്ചടക്കി എന്നതായിരുന്നു അന്നത്തെ പത്ര റിപ്പോർട്ട്. റോസ്വെൽ ഡെയിലി റെക്കോർഡ് എന്ന പത്രത്തിൽ അന്ന് പ്രസിദ്ധീകരിച്ചു വന്ന വാർത്തയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റാഫ് ക്യാപ്ചേഴ്സ് ഫ്ലൈയിങ് സോസർ ഓൺ റാഞ്ച് ഇൻ റോസ്വെൽ റീജൻ എന്നതായിരുന്നു അതിന്റെ തലക്കെട്ട്. വാർത്ത വളരെ വേഗതയിൽ തന്നെ അമേരിക്കയിലുള്ള മുഴുവൻ സ്റ്റേറ്റുകളിലും പ്രചരിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമാൻ തന്നെ അതിൽ ഇടപെടുകയും ചെയ്തു. റോസ്വെൽ UFOയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല വിവരങ്ങളും മറച്ചു വെക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. തൊട്ടടുത്ത ദിവസത്തെ പത്രത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുകൂടി പ്രസിദ്ധീകരിച്ചു വരികയുണ്ടായി. വാർത്ത ഇപ്രകാരം പ്രചരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മീഡിയ മുഴുവനും ആ ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുന്നതാണ്. അങ്ങനെ അത് ഒരു ഒളിവില്ലാത്ത രഹസ്യമായി മാറുന്നതുമാണ്. പക്ഷേ അമേരിക്കൻ ഗവൺമെന്റ് അതിൽ ഒട്ടും തന്നെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. ഈ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല ഒഫീഷ്യലുകളോടും ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും പുറം ലോകത്തെ അറിയിക്കരുതെന്ന കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് അവർ അറിയിച്ചത്. മേജർ ജെസ്സി മാർഷലിനോട് അദ്ദേഹത്തിന്റെ ലീവ് ക്യാൻസലാക്കി എത്രയും പെട്ടെന്ന് തന്നെ മിലിറ്ററി ബേസിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള നിർദ്ദേശവും നൽകി. ഒരു ഏലിയൻ UFO റോസ്വെല്ലിൽ തകർന്നടിഞ്ഞു വീണു എന്നാണ് വാർത്തകൾ പ്രചരിച്ചത്. അതിനെ തുടർന്ന് അമേരിക്കൻ ഗവൺമെന്റ് തന്നെ അവിടെ ഉണ്ടായിരുന്ന പേടകത്തിന്റെ അവശിഷ്ടങ്ങൾ എല്ലാം ഒരു രഹസ്യ അറയിലേക്ക് മാറ്റിയെന്നും വലിയ രീതിയിൽ പ്രചരിക്കുകയുണ്ടായി. ഒരു പ്രസ് മീറ്റിംഗിലൂടെയായിരുന്നു ഏലിയൻ UFO തകർന്ന വാർത്ത ജെസ്സി മാർഷൽ പുറം ലോകത്ത് എത്തിച്ചത്. എന്നാൽ ജെസ്സി മാർഷലിനെ പിന്നീട് തിരികെ വിളിക്കുകയും അദ്ദേഹത്തെ കൊണ്ട് തന്നെ മറ്റൊരു വാർത്ത കൊടുപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് തകർന്നു വീണത് ഒരു ഏലിയൻ UFO അല്ല, ഒരു വെതർ ബലൂൺ മാത്രമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പൊട്ടിയ ബലൂണിന്റെ അവശിഷ്ടങ്ങൾ അന്ന് അദ്ദേഹം അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. മീഡിയയ്ക്ക് അത് തന്നെ ധാരാളമായിരുന്നു. അവർ എല്ലാവരും വിശ്വസിച്ചു ഇങ്ങനെ ഒരു ഏലിയൻ UFO ഇല്ല എന്ന്. എന്തിനായിരിക്കാം ആ രഹസ്യം അവർ ഒളിപ്പിച്ചു വെച്ചത്? അതിന്റെ കാരണം സോവിയറ്റ് യൂണിയൻ തന്നെയാണ്. സോവിയറ്റ് യൂണിയന്റെ ഒരു രഹസ്യ വിമാനമായിരിക്കുമെന്നാണ് മിലിറ്ററി ഒഫീഷ്യലുകൾ വിശ്വസിച്ചു പോന്നിരുന്നത്. എന്നാൽ പിന്നീട് പഠനങ്ങൾ നടത്തിയപ്പോൾ അത് അത്തരത്തിലുള്ള ഒരു വിമാനമല്ല എന്ന് തെളിയുകയായിരുന്നു. പക്ഷേ ഈ വാർത്തയും അവർ വെളിയിൽ വിട്ടില്ല. അമേരിക്കൻ എയർഫോഴ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സായ പെന്റഗണിൽ തന്നെ ആ രഹസ്യം ഒളിഞ്ഞു കടന്നു. അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു കാരണം ഉണ്ടായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആളുകൾ ശാന്തമായ ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരികയായിരുന്നു. അവരുടെ ആ ശാന്തത തകർത്തുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്ത വെളിയിലേക്ക് വിടണ്ട എന്ന് ഒഫീഷ്യലുകൾ തീരുമാനിക്കുകയായിരുന്നു. അത് ശരിക്കും ആ കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യം കൂടിയായിരുന്നു. പക്ഷേ ഇതൊക്കെ രഹസ്യമാക്കി വെക്കുന്നതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു രഹസ്യ അന്വേഷണം കൂടി അമേരിക്ക തുടങ്ങുകയായിരുന്നു. വളരെയധികം നാൾ നീണ്ടുനിന്ന ഒരുപാട് പണം ചെലവഴിച്ച ഒരു പ്രോജക്റ്റ് ബ്ലൂ ബുക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു UFO മിഷൻ.
പക്ഷേ അമേരിക്കൻ എയർഫോഴ്സ് ഈ ഒരൊറ്റ പ്രോജക്റ്റ് മാത്രമല്ല UFOവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയത്. അവരുടെ പക്കൽ 3 പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും പോപ്പുലർ ആയതും ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയതും പ്രോജക്റ്റ് ബ്ലൂ ബുക്ക് ആണെന്ന് മാത്രം. 1947 ശരിക്കും അവർ ആരംഭിച്ച പ്രോജക്റ്റ് സൈൻ ആയിരുന്നു. അതിനുശേഷം പ്രോജക്റ്റ് ഡ്രെഡ്ജ് വന്നു. അതും കഴിഞ്ഞിട്ടാണ് പ്രോജക്റ്റ് ബ്ലൂ ബുക്കിന്റെ വരവ്. ആ കാലഘട്ടത്തിൽ സാധാരണ ആളുകൾ ആകാശത്ത് വിചിത്രമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണുമായിരുന്നു. ഒരേ കാഴ്ച തന്നെ കണ്ടിട്ടുള്ള നിരവധി ആളുകളും ഉണ്ടായിരുന്നു. അമേരിക്കൻ എയർഫോഴ്സിന് ഈ ഡേറ്റകളൊക്കെ വളരെയധികം അത്യാവശ്യമായിരുന്നു. കിട്ടാവുന്നിടത്തോളം ഡേറ്റകൾ അവർ ശേഖരിക്കുകയും ചെയ്തു. ഇതെല്ലാം ശരിക്കും ഒരു മുതൽക്കൂട്ടായി മാറുകയാണ് ഉണ്ടായത്. പ്രോജക്റ്റ് ബ്ലൂ ബുക്കിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിലൂടെയാണ് ലഭ്യമായത്. പ്രോജക്റ്റ് ബ്ലൂ ബുക്കിലെ നിർണായകമായിട്ടുള്ള സംഭവങ്ങൾ നടന്നത് 1952 അമേരിക്കയുടെ തലസ്ഥാന നഗരമായ വാഷിംഗ്ടൺ DC. അവിടുത്തെ ആകാശത്താണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. അന്ന് വിചിത്രമായ ഏലിയൻ UFOകളെ കണ്ടെത്തിയത് കുറേയധികം ആളുകളായിരുന്നു. അതുവരെ ഏലിയൻ UFOകളിൽ വിശ്വാസമില്ലാതിരുന്ന ആളുകൾ പോലും അതിൽ വിശ്വസിക്കാൻ തുടങ്ങി. അവരൊക്കെ അത് നേരിട്ട് കണ്ടവരാണ്. അന്ന് ആ കാഴ്ച കണ്ട് അവിടെ നിന്ന് നിരവധി ആളുകൾ ഭയപ്പെട്ട് ഓടി മാറുകയും ചെയ്തു. അമേരിക്കയുടെ എയർ ട്രാഫിക് കൺട്രോളറായ എഡ്വേർഡ് ന്യൂഗന്റ്, അദ്ദേഹം വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ചയാണ് റഡാറിൽ കണ്ടത്. വിചിത്രമായിട്ടുള്ള 7 വസ്തുക്കൾ അദ്ദേഹത്തിന്റെ റഡാറിൽ തെളിഞ്ഞിരിക്കുന്നു. അവയെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഉടൻ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സീനിയേഴ്സിന് ആ റിപ്പോർട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം മാത്രമായിരുന്നില്ല ഈ കാഴ്ചകൾ കണ്ടത്. തൊട്ടടുത്തുണ്ടായിരുന്ന എയർഫോഴ്സ് ബേസ് ആയ ആൻഡ്രൂസ് എയർഫോഴ്സ് ബേസ്, അവിടെ എയർമാനായി പ്രവർത്തിച്ചിരുന്ന വില്യം ബ്രാഡിയും ഈ കാഴ്ച കാണുകയുണ്ടായി. അദ്ദേഹം കണ്ടത് തീഗോളത്തെ ആയിരുന്നു. ശക്തമായ വേഗതയിലായിരുന്നു അത് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോഴൊക്കെ അതിന്റെ വേഗതയൊന്ന് കുറയുകയും ചില സ്ഥലങ്ങളിലൂടെ വളഞ്ഞു പോവുകയും ചെയ്തിരുന്നു. വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു എയർമാനായ വില്യം ബ്രാഡിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു: ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു വസ്തുവല്ല. അന്നുവരെ അത്തരത്തിൽ പറക്കുന്ന ഒരു വസ്തുവിനെയും മനുഷ്യർ ഉണ്ടാക്കിയിട്ടില്ല. ഈ കാഴ്ച കണ്ട മറ്റൊരു അമേരിക്കൻ ഒഫീഷ്യലാണ് S.E. പിയർമാൻ. അദ്ദേഹം ഒരു പൈലറ്റ് ആയിരുന്നു. തന്റെ വിമാനത്തിന്റെ ടേക്ക് ഓഫ് ക്ലിയറൻസിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം. എയർ ട്രാഫിക് കൺട്രോളർ വിവരം കൈമാറിയതിനെ തുടർന്ന് ഒട്ടും തന്നെ വൈകാതെ ഒരു വിമാനം ആൻഡ്രൂസ് എയർ ബേസിൽ നിന്നും പറന്നുയർന്നു. പക്ഷേ അത് പറന്ന് ആകാശത്ത് എത്തിയപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. അവിടെ അവർക്ക് ഒന്നും തന്നെ കാണാൻ സാധ്യമായിരുന്നില്ല. പിന്നീടുള്ള ഒരാഴ്ച എല്ലാം ശാന്തമായി തന്നെ മുന്നോട്ട് പോയി. പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും അതേ പ്രതിഭാസം തന്നെ രാജ്യത്തിന്റെ തലസ്ഥാനത്തിന് മുകളിൽ അരങ്ങേറുകയായിരുന്നു. ഇത്തവണയും അത് റഡാറിൽ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുമായിരുന്നു. ഒട്ടും വൈകാതെ തന്നെ ഒരു വിമാനം ആകാശത്തേക്ക് പറന്നുയരുകയും ചെയ്തു. അത് ഓടിച്ചിരുന്നത് ലഫ്റ്റനന്റ് വില്യം പാറ്റേഴ്സൺ ആണ്. അദ്ദേഹത്തിന് ഒരു പദാർത്ഥത്തെ അവിടെ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കുകയും ചെയ്തു. അതിനെ ട്രേസ് ചെയ്യുക എന്നതായിരുന്നു ലെഫ്റ്റനന്റ് ലക്ഷ്യം. പക്ഷേ അതിൽ അദ്ദേഹം പരാജയപ്പെട്ടു പോവുകയായിരുന്നു. കാരണം തന്റെ വിമാനത്തെക്കാൾ അതിതീവ്രമായ വേഗതയിലായിരുന്നു ആ ഒരു ഗോളം സഞ്ചരിച്ചു പോയത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ആ പേടകം 1 മണിക്കൂറിൽ 1150 മൈൽ വേഗതയിലായിരുന്നു തുടക്കത്തിൽ സഞ്ചരിച്ചത്. എന്നാൽ പിന്നീട് അതിന്റെ വേഗത 7000 മൈലിലേക്ക് ഉയരുകയായിരുന്നു. ഇതേ പ്രതിഭാസം അതേ സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇത് നേരിട്ട് കാണാനും റെക്കോർഡ് ചെയ്യാനും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രോജക്റ്റ് ബ്ലൂ ബുക്കിന്റെ ഒഫീഷ്യലുകൾക്ക് സാധിക്കുകയും ചെയ്തു. ആ UFOകൾ എന്തു തന്നെയാണെങ്കിലും അവയെ വെടിവെച്ച് ഇടുക എന്ന കർശനമായിട്ടുള്ള ഉത്തരവാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ എല്ലാ തവണയും അതൊരു പരാജയമായി കലാശിക്കുകയായിരുന്നു. ആളുകളെല്ലാം തന്നെയും ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. കാരണം എപ്പോൾ വേണമെങ്കിലും ഒരു 3ാം ലോക മഹായുദ്ധം ആരംഭിക്കാമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ബന്ധം അത്രയ്ക്കും രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ അമേരിക്കൻ എയർഫോഴ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സായ പെന്റഗണിൽ മിക്കപ്പോഴും മീറ്റിംഗുകൾ നടക്കുമായിരുന്നു. ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ നിരവധി മാധ്യമപ്രവർത്തകരും എത്തിച്ചേരുമായിരുന്നു. പക്ഷേ യുദ്ധം അവസാനിച്ചതോടുകൂടി ആ കോൺഫറൻസുകളൊക്കെ അവസാനിക്കുകയായിരുന്നു. എന്നാൽ ഈ ഒരു പ്രതിഭാസത്തെ തുടർന്ന് വീണ്ടും അത്തരത്തിലുള്ള ഒരു കോൺഫറൻസ് വിളിച്ചുകൂട്ടി. അന്ന് ആ കോൺഫറൻസിൽ സംസാരിച്ചത് മേജർ ജനറൽ ജോൺ അലക്സാണ്ടർ സാംഫോർഡ് ആയിരുന്നു. അദ്ദേഹത്തിന് അവിടെ പറയാനുണ്ടായിരുന്നത് ആ കാലഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏലിയൻ UFOകളുടെ സൈറ്റിംഗ്സിനെ കുറിച്ച് തന്നെയാണ്. രാജ്യതലസ്ഥാനം ഒട്ടും തന്നെ സുരക്ഷിതമല്ല. ആ കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞത് വാഷിംഗ്ടൺ സിറ്റിയുടെ മുകളിലായി കാണാൻ സാധിക്കുന്ന ഏലിയൻ UFOകൾ അതൊരിക്കലും അമേരിക്കൻ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു എയർക്രാഫ്റ്റ് അല്ല. അമേരിക്കൻ ഗവൺമെന്റ് അത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റുകളും നടപ്പിലാക്കുന്നില്ല. ഇത് മറ്റെന്തോ ആണ്. പക്ഷേ ഇതൊരു കെട്ടുകഥയാണെന്നും പറയാൻ സാധിക്കുകയില്ല. കാരണം വളരെയധികം ഉയർന്ന പദവിയിലിരിക്കുന്ന ഒഫീഷ്യലുകൾ വരെ ഇത് കണ്ടിട്ടുണ്ട്. ഇത് ചരിത്രത്തിലെ ആദ്യത്തെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. അതും അമേരിക്കൻ ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾ കണ്ടത് ഒരിക്കലും മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് അല്ല, അത് മറ്റെന്തോ ആണ്.
ആസ്ട്രോഫിസിക്സുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് നടപ്പിലാക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്കെല്ലാം അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ആസ്ട്രോണമിയിൽ ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ ID-യിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അത് പരിശോധിക്കുക. 1952 നവംബർ മാസം അമേരിക്കയിൽ ഒരു സ്റ്റേറ്റായ കാലിഫോർണിയയിലെ മരുഭൂ പ്രദേശമാണ് സ്ഥലം. അന്ന് നേരമേറെ വൈകിയിരുന്നു. ജോർജ് അഡംസ്കി തന്റെ സുഹൃത്തുക്കളോടൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. രാത്രി വളരെയധികം ഇരുട്ടുള്ളതുകൊണ്ട് തന്നെ അവർ നക്ഷത്രങ്ങളെ നോക്കിയാണ് ദിശ കണ്ടെത്തിയിരുന്നത്. അല്ലെങ്കിൽ തന്നെ അത്രയധികം ഒറ്റപ്പെട്ട് കിടക്കുന്ന മരുഭൂ പ്രദേശത്തിൽ ദിക്ക് അറിയുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. ആ യാത്രക്കിടയിൽ അദ്ദേഹം ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല തന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന വിചിത്രമായ ഒരു കാഴ്ചയ്ക്ക് താൻ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണെന്ന്. ഇരുണ്ട ആകാശത്ത് നേരിയ പ്രകാശം വിതച്ചുകൊണ്ട് നീളമേറിയ ഒരു വസ്തു അവരുടെ മുന്നിലൂടെ കടന്നുപോയി. ഒരു സിഗാറിന്റെ രൂപമായിരുന്നു ആ വസ്തുവിനുണ്ടായിരുന്നത്. എല്ലാവരും ആ കാഴ്ച കണ്ട് അത്ഭുതത്തോടെ അതിൽ തന്നെ നോക്കി നിന്നുപോയി. അഡംസ്കി ഒഴിച്ചുള്ള എല്ലാവർക്കും ഭീതിയായിരുന്നു. തങ്ങളുടെ മുൻപിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. പതിയെ ആ വസ്തു നിലത്തേക്ക് ലാൻഡ് ചെയ്യാൻ പോകുന്നു എന്ന കാര്യത്തിൽ അവർക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ ചരിഞ്ഞായിരുന്നു അവയുടെ സഞ്ചാരം. അഡംസ്കി ഒഴിച്ചുള്ള എല്ലാ ആളുകളും അവിടെ സ്തബ്ധരായി നിന്നുപോയി. എന്നാൽ അഡംസ്കി മാത്രമാണ് അതിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ ശ്രമിച്ചത്. അല്പദൂരം ഓടിയപ്പോഴേക്കും അത് തൻ്റെ മുൻപിൽ ലാൻഡ് ചെയ്യുന്നത് അദ്ദേഹത്തിന് വ്യക്തമായി കാണാൻ സാധിച്ചു. ലാൻഡ് ചെയ്തതിനു ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വ്യക്തി വെളിയിലേക്ക് ഇറങ്ങി വരുന്നതായും അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അത്ര ഭീരുവൊന്നും ആയിരുന്നില്ല. എന്താണ് തൻ്റെ മുൻപിൽ സംഭവിക്കുന്നതെന്ന് അറിയാനായി അദ്ദേഹം ആ വ്യക്തിയുടെ അടുത്തേക്ക് ഓടിയടുത്തു. അടുത്തെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം വ്യക്തമായത്. തൻ്റെ മുൻപിൽ നിൽക്കുന്ന വ്യക്തി ഭൂമിയിൽ നിന്നുള്ള ഒരു വ്യക്തിയല്ല. വിചിത്രമായിട്ടുള്ള ഒരു തേജസ് അവിടെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആ വ്യക്തിയുടെ പേര് ഓർത്തോൺ എന്നാണ്. അവർ വരുന്നത് വീനസ് എന്ന ഗ്രഹത്തിൽ നിന്നാണ്. അവർക്ക് അതീവ രഹസ്യമായിട്ടുള്ള ഒരു സന്ദേശം അറിയിക്കാനുണ്ടായിരുന്നു. ശരിക്കും അതൊരു മുന്നറിയിപ്പായിരുന്നു. വരാൻ പോകുന്ന ഒരു ന്യൂക്ലിയർ യുദ്ധത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്. പക്ഷേ ഈ സംഭാഷണങ്ങൾ നടന്നത് ഒരിക്കലും വാക്കുകൾ കൊണ്ടായിരുന്നില്ല. ഇതിന് ഒരു ഭാഷയും ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു ആശയവിനിമയം അദ്ദേഹം ആദ്യമായാണ് അനുഭവിച്ചറിഞ്ഞത്. അവർ തമ്മിൽ ഒരു ടെലിപ്പതി സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശേഷം അഡംസ്കി പറഞ്ഞത് അവർക്ക് ഈ ലോകത്തുള്ള എല്ലാ ഭാഷകളും അറിയാമെന്നതാണ്. പക്ഷേ ആ ഭാഷകളുടെ സഹായമൊന്നും ഇല്ലാതെ തന്നെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ശേഷം അവർ ആ പേടകത്തിൽ തന്നെ തിരികെ പോവുകയും ചെയ്തു. പ്രോജക്റ്റ് ബ്ലൂ ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ പത്രത്തിൽ ഇത് പ്രസിദ്ധീകരിച്ച് വരികയും ചെയ്തതാണ്. അവിടെയുള്ള മണ്ണ് കളക്ട് ചെയ്ത് അതിലും പഠനങ്ങൾ നടത്തിയിരുന്നു. പഠനഫലം അഡംസ്കിയെ ശരിവെക്കുന്നതായിരുന്നു. എന്നാൽ അഡംസ്കിയും അദ്ദേഹത്തിന്റെ 6 സുഹൃത്തുക്കളും മാത്രമായിരുന്നില്ല ഈ കാഴ്ച കണ്ടിട്ടുള്ളത്. ഇതേ പുസ്തകത്തിൽ തന്നെ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അഡംസ്കിക്ക് പുറമെ മറ്റു ചിലരും ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ ഇത്തരത്തിലുള്ള പേടകത്തെ കണ്ടിട്ടുണ്ട്. ജോർജ് അഡംസ്കി പിന്നെയും ആ പേടകത്തെ കാണുകയുണ്ടായി. 1952 ഡിസംബർ മാസം 13 അതിന്റെ ഒരു ചിത്രം എടുക്കാനും അദ്ദേഹത്തിന് സാധ്യമായി. പിന്നീട് പ്രോജക്റ്റ് ബ്ലൂ ബുക്കിലെ ഒഫീഷ്യൽസ് ആ ചിത്രത്തിൽ പഠനങ്ങൾ നടത്തുകയും ചെയ്തു. എന്തായിരുന്നു ആ പഠനത്തിന്റെ ഫലം? ആ ഉത്തരം പറയുന്നതിന് മുൻപ് 1-2 കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. പ്രോജക്റ്റ് ബ്ലൂ ബുക്കിന്റെ കമാൻഡറായ എഡ്വേർഡ് ജെ റുപ്പൽറ്റും അദ്ദേഹത്തിന്റെ സയന്റിഫിക് അഡ്വൈസറായ ജോസഫ് അലൻ ഹൈനേക്കും 1956 ജോർജ് അഡംസ്കിയെ കുറിച്ച് എഴുതുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വാസ്തവമായിരുന്നു എന്നാണ് ആ രചനകളിൽ പ്രതിപാദിക്കുന്നത്. പക്ഷേ ആ ചിത്രങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ആ ചിത്രങ്ങളുടെ പഠന റിപ്പോർട്ടുകൾ വരികയുണ്ടായി. അതിൽ പറയുന്നത് ആ ചിത്രങ്ങൾ തെറ്റാണെന്നാണ്. പക്ഷേ അത് തന്നെയാണോ വാസ്തവം? അത് വാസ്തവമല്ല എന്ന് പറയുന്ന രീതിയിലുള്ള പഠനങ്ങളും നടന്നിട്ടുണ്ട്. ആ ചിത്രങ്ങളിൽ വീണ്ടും പഠനങ്ങൾ നടത്തിയപ്പോൾ മനഃപൂർവ്വമായിട്ടുള്ള ചില തിരുത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായിരുന്നു. ആഡംസ്കി എടുത്ത ചിത്രത്തിൽ നിന്നും എന്തോ ഒരു വസ്തുവിനെ അവർ എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതവിടെ വ്യക്തമാണ്. ആ എഡിറ്റ് ചെയ്തു മാറ്റിയ വസ്തുവിന്റെ രൂപം ആഡംസ്കി പറഞ്ഞ വസ്തുവിന്റെ രൂപത്തോട് വളരെയധികം സാദൃശ്യമുള്ളതുമായിരുന്നു. പിന്നീട് പ്രോജക്റ്റ് ബ്ലൂ ബുക്കിൽ പ്രവർത്തിച്ചിരുന്ന ചില ഒഫീഷ്യലുകൾ തന്നെ വ്യക്തമായ കാരണങ്ങളുമായി മുന്നോട്ട് വരികയും ഉണ്ടായി. അവർ പറഞ്ഞത് എയർഫോഴ്സിന് കർശനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. UFO പഠനങ്ങൾ വ്യക്തമായ ഉത്തരം ലഭ്യമാകുന്നത് മാത്രം കൃത്യമായി രേഖപ്പെടുത്തുക, അതുമാത്രമാണ് പൊതുജനങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടത്.
ഇനി നമുക്ക് എന്തെങ്കിലും കാരണത്താൽ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തതയില്ല എങ്കിൽ, അല്ലെങ്കിൽ അത് ശരിക്കുമുള്ള ഒരു UFO ആണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അത് അങ്ങനെയല്ല പൊതുജനങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടത്. അതിൽ വ്യക്തമായ മാറ്റങ്ങൾ വരുത്തി ഇത് ശരിക്കും ഒരു UFO അല്ല എന്ന് തെളിയിക്കേണ്ടത് അമേരിക്കൻ എയർഫോഴ്സിന്റെ ഒരു കടമയായി മാറിയിട്ടുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകർ പലപ്പോഴായി പലതരത്തിലുള്ള UFO സൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ അതൊന്നും വെളിപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നും ഇത് നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന കാര്യമാണെന്നുമായിരുന്നു അമേരിക്കൻ എയർഫോഴ്സിന്റെ മറുപടി. പ്രോജക്ട് ബ്ലൂ ബുക്കിന്റെ ഡയറക്ടറായിരുന്നു എഡ്വേർഡ് ജെ റൂപ്ലെറ്റ്. അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായി അന്യഗ്രഹജീവികളുടെ പേടകമെന്ന് സംശയിക്കുന്ന വസ്തുക്കളെ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ UFO എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹം ആ ജോലി രാജിവെച്ചതിനു ശേഷം ഒരു പുസ്തകം ഇറക്കുകയുണ്ടായി. ദ റിപ്പോർട്ട് ഓൺ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് എന്നാണ് അതിന്റെ പേര്. 1947 മുതൽ 1955 വരെ നടന്നിട്ടുള്ള UFO സൈറ്റിങ്ങുകൾ, അതിന്റെ പിന്നിൽ എന്താണ് സംഭവിച്ചതെന്നും അതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള പഠനങ്ങളാണ് നടത്തിയതെന്നുമാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരുന്നത്. തുടക്കത്തിൽ എഡ്വേർഡും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും വളരെയധികം ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ പ്രോജക്റ്റിൽ പ്രവർത്തിച്ചത്. എന്നാൽ പിന്നീട് കർശനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയായിരുന്നു. ഉത്തരം ലഭിക്കാത്ത UFOകൾക്ക് വെതർ ബലൂൺ എന്നോ അല്ലെങ്കിൽ ഉൽക്കകളെന്നോ ഉത്തരം നൽകുക. പ്രോജക്ട് ബ്ലൂ ബുക്കിലെ ഒരു സെലിബ്രിറ്റി ആയിരുന്നു ജോസഫ് അലൻ ഹൈനെക്. പെന്റഗൺ നിയോഗിച്ച ഒരു ഗവേഷകനായിരുന്നു അദ്ദേഹം. മറ്റുള്ള ആളുകളൊക്കെ എയർഫോഴ്സ് ജീവനക്കാരാണെങ്കിൽ ഇദ്ദേഹമാണ് ശരിക്കും ഉണ്ടായിരുന്ന ഒരു ഗവേഷകൻ. പ്രോജക്ട് സൈൻ, പ്രോജക്ട് ഗ്രഡ്ജ്, പ്രോജക്ട് ബ്ലൂ ബുക്ക് തുടങ്ങിയ 3 പ്രോജക്റ്റുകളുടെയും തലപ്പത്തുണ്ടായിരുന്ന ഒരു ഗവേഷകനായിരുന്നു ഇദ്ദേഹം. പ്രോജക്ട് ബ്ലൂ ബുക്കിലെ പഠനങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് പിരിഞ്ഞ ഹൈനെക് പറഞ്ഞത് അദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ള കേസുകൾ ഒട്ടുമുക്കാലും കെട്ടുകഥകളായിരുന്നു എന്നാണ്. പക്ഷേ അതിൽ ചിലതൊക്കെ വാസ്തവമായിരുന്നു. അവയ്ക്ക് കൃത്യമായിട്ടുള്ള UFO എന്ന ഒരു ഡെഫിനിഷൻ നൽകാൻ സാധ്യമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഡെഫിനിഷൻ നൽകരുത് എന്ന കർശനമായ നിർദ്ദേശമാണ് അദ്ദേഹത്തിന് ലഭ്യമായത്. ശരിക്കും അദ്ദേഹത്തെ ഒരു പാവയെ പോലെയാണ് എയർഫോഴ്സ് ഉപയോഗിച്ചത്. അവർക്ക് ഒരു ഗവേഷകൻ ആവശ്യമായിരുന്നു, പൊതുജനങ്ങൾക്ക് സമ്മതനായ ഒരു ഗവേഷകൻ. ആ ഗവേഷകൻ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും. അങ്ങനെ ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവർ നിയോഗിച്ച വ്യക്തിയാണ് ഹൈനെക്. ആ ടീമിലെ പ്രധാനപ്പെട്ട ഗവേഷകൻ ഹൈനെക് ആയിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട കേസുകളൊന്നും ഹൈനെക്കിനല്ല നൽകിയത്. UFO ആകാൻ സാധ്യതയുള്ള കേസുകളൊക്കെ മറ്റ് ആളുകൾക്ക് കൊടുത്തു. അതോടുകൂടിയാണ് ഹൈനെക്കിന് ഒരു കാര്യം വ്യക്തമായത്, തന്നെ വെറും ഒരു പാവയെ പോലെയാണ് അവർ ഉപയോഗിക്കുന്നത്. അമേരിക്കയിൽ സംഭവിച്ച UFO സൈറ്റിങ്ങുകളൊക്കെ മറച്ചു പിടിക്കാൻ അവർക്ക് ഇതിലൂടെ സാധ്യമായി. പക്ഷേ അമേരിക്കയ്ക്ക് വെളിയിലും ഇത്തരത്തിലുള്ള കാഴ്ചകൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. അതിന് തടയിടാൻ അവർക്ക് സാധ്യമായതുമില്ല. വർഷം 1959 ജൂൺ മാസം. സ്ഥലം ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു ദ്വീപ് രാഷ്ട്രമായ പാപ്പുവ ന്യൂഗിനിയ. അവിടുത്തെ ബനോയി എന്ന സ്ഥലം പ്രകൃതിരമണീയമായ വളരെയധികം ശാന്തമായ ഒരു ചെറു ഗ്രാമമാണ്. അവിടെ ഒരു ക്രിസ്ത്യൻ മിഷനറി പ്രവർത്തിച്ചിരുന്നു. ആ മിഷനറിയിലെ ഒരു അംഗമായിരുന്ന റെവറൻ വില്യം ബൂത്ത് ഗില്ലാണ് ആ ശാന്തതയ്ക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ഒരു കാഴ്ച കണ്ടത്. വളരെയധികം പ്രകാശമാനമായ, വിചിത്രമായ, അഭൗമമായ ഒരു കാഴ്ച. ആൾതാമസം തീരെയില്ലാത്ത ഒരു മലയാണ് മൗണ്ട് പുടി. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ വിചിത്രമായ കാഴ്ച കാണാൻ സാധ്യമായത്. അദ്ദേഹത്തോടൊപ്പം തന്നെ മിഷനറിയിലെ ചില അസിസ്റ്റന്റ്മാരും ഉണ്ടായിരുന്നു. തുടക്കത്തിൽ അവർ കരുതിയിരുന്നത് ഇത് സ്വാഭാവികമായി പ്രകൃതിയിലുണ്ടാകുന്ന ഒരു പ്രതിഭാസമായിരിക്കുമെന്നാണ്. തുടക്കത്തിൽ ഒരു നീല വെളിച്ചമാണ് അവർക്ക് ആകാശത്ത് കാണാൻ സാധിച്ചത്. എന്നാൽ പതിയെ ഒരു കാര്യം വ്യക്തമായി, അത് വെറും പ്രകാശം മാത്രമല്ല, അവിടെ മറ്റെന്തോ ഒരു വസ്തു കൂടിയുണ്ട്. പതിയെ ആ വസ്തു ചലിക്കാൻ തുടങ്ങി. അതവിടെ നിന്നും സഞ്ചരിക്കുകയാണ്. അതെ, അത് ഒരു പറക്കും തളികയാണ്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന 36 അസിസ്റ്റന്റ്മാരും ഇത് കാണുകയുണ്ടായി. ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും ഏകദേശം 200 അടി ഉയരത്തിലൂടെയാണ് അത് പറക്കുന്നത്. ആദ്യം അത് സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് അതവിടെ നിന്ന് പറന്നകന്നത്. ആ പറക്കുന്ന സോസറിന് മുകളിലായി വിചിത്രമായ ചില ആളുകളെയും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. പക്ഷേ ഭൂമിയിൽ കാണാൻ സാധിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരായിരുന്നില്ല അവർ. അവരിൽ മറ്റെന്തോ ഒരു തേജസ് അടങ്ങിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും ഒപ്പമുണ്ടായിരുന്ന അസിസ്റ്റന്റ്മാരും മറ്റുള്ള ആളുകളോട് ഇത് പറഞ്ഞു മനസ്സിലാക്കാനായി ശ്രമിച്ചിരുന്നു. പക്ഷേ അതിലവർ വിജയിക്കുകയുണ്ടായില്ല. എല്ലാവരും പറഞ്ഞത് അത് നിങ്ങളുടെ തോന്നലായിരിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ദിവസം അതേ സമയം അതേ സ്ഥലത്തേക്ക് തന്നെ അവർ വീണ്ടും പോയി. എന്നാൽ ഈ തവണ അവർ പോയത് മറ്റു ചില നാട്ടുകാരെയും കൊണ്ടാണ്. അവരവിടെ കുറേയധികം നേരം കാത്തിരിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം കണ്ട ആ സമയം പിന്നിട്ടിട്ടും അവർക്ക് ഒന്നും തന്നെ കാണാൻ സാധ്യമായിരുന്നില്ല. നേരം ഇരുട്ടി തുടങ്ങി.
പല ആളുകളും പിരിഞ്ഞു പോകാമെന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ചു. പക്ഷേ അല്പനേരം കൂടെ കാത്തിരിക്കാമെന്നായിരുന്നു ആ കൂട്ടത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും അഭിപ്രായപ്പെട്ടത്. കാരണം അവർക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആ മിഷണറിയുടെ തലവൻ. ഒടുവിൽ ആ കാത്തിരിപ്പ് ഫലം കണ്ടു. കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ അതിശക്തമായ നീല നിറത്തോടു കൂടിയ ഒരു പേടകം വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെടുകയായി. അവർക്കവിടെ ഒരു തരത്തിലുള്ള ശബ്ദവും കേൾക്കാൻ സാധിച്ചിരുന്നില്ല. ശബ്ദമൊന്നും ഉണ്ടാക്കാതെയാണ് ആ പേടകം പറക്കുന്നത്. പക്ഷെ അത് പറന്നങ്ങ് പോയതുമില്ല. അല്പമൊന്ന് നീങ്ങിയതിനു ശേഷം അവിടെ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. എന്നാൽ അപ്പോഴും ആ സോസർ സ്വയം കറങ്ങുന്നുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ഇത്തവണയും അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ചില ആളുകളെ കാണാൻ സാധ്യമായി. നിലത്ത് കാഴ്ചക്കാരായി നിന്നിരുന്ന ആളുകൾ അവർക്ക് നേരെ കൈ ഉയർത്തി കാണിച്ചു. മറുപടി എന്നോണം അവരും അവർക്ക് നേരെ കൈകൾ ഉയർത്തി. ശരിക്കും ആരാണവർ? ഭൂമിയിൽ തന്നെയുള്ള മനുഷ്യരായിരുന്നോ അവർ? അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗ്രഹത്തിൽ നിന്ന് എത്തിച്ചേർന്ന അന്യഗ്രഹ ജീവികളാണോ? ഇതിനെല്ലാം പുറമെ പാരലൽ യൂണിവേഴ്സിൽ നിന്ന് എത്തിച്ചേർന്ന മനുഷ്യർക്ക് സമാനമായിട്ടുള്ള ജീവികളാണോ? പിന്നീട് അധിക നേരമൊന്നും ആ പേടകം അവിടെ തുടർന്നിരുന്നില്ല. ശക്തമായ വേഗതയിൽ അവിടെ നിന്നും പറന്നു പോവുകയായിരുന്നു. ഈ ഒരു UFO സൈറ്റിംഗ് ലോകം മുഴുവൻ പ്രചരിക്കാൻ തുടങ്ങി. ഇത് ഏറ്റവും കൂടുതൽ ചർച്ചാവിഷയമായി മാറിയത് അമേരിക്കയിലായിരുന്നു. അതിനെ തുടർന്ന് എയർഫോഴ്സ് പ്രോജക്റ്റ് ബ്ലൂ ബുക്കിന്റെ ഭാഗമാക്കി ഡോക്യുമെന്റ് ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള കേസുകൾ കൂടുതലായി രജിസ്റ്റർ ചെയ്യപ്പെട്ടതോടുകൂടി എയർഫോഴ്സിന് ഇത് വലിയൊരു ബാധ്യതയായി മാറുകയായിരുന്നു. കാരണം അവർക്ക് ഒരു തരത്തിലും എക്സ്പ്ലനേഷൻ നൽകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ ഒരു പ്രോജക്റ്റ് അവരിൽ നിന്നും ഒഴിവാക്കണം. അതിനെ തുടർന്നാണ് 1960കളിൽ മറ്റൊരു കമ്മിറ്റി രൂപം കൊണ്ടത്. യൂണിവേഴ്സിറ്റി ഓഫ് കൊളറാഡോയിലായിരുന്നു അതിന്റെ തുടക്കം. കമ്മിറ്റിയുടെ പേര് കോണ്ടൺ കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ തലവൻ ഡോക്ടർ എഡ്വേർഡ് കോണ്ടൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ കമ്മിറ്റിക്ക് അപ്രകാരമുള്ള ഒരു പേര് ലഭ്യമായത്. എയർഫോഴ്സ് ശരിക്കും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയായിരുന്നു എന്ന് പറയുന്നതാണ് കുറെ കൂടി ശരി. UFOയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയമായ പഠനം അല്ലെങ്കിൽ പ്രോജക്റ്റ് ബ്ലൂ ബുക്ക് അതിപ്പോൾ കോണ്ടൺ കമ്മിറ്റിയുടെ തലയിലാണ്. അതിന് നേതൃത്വം നൽകുന്ന എഡ്വേർഡ് കോണ്ടൺ പഠനങ്ങൾക്ക് ശേഷം അഭിപ്രായപ്പെട്ടത് അടുത്ത 10,000 വർഷങ്ങൾക്കുള്ളിൽ ഒരിക്കൽ പോലും ഏലിയൻസ് നമ്മുടെ സൗരത്തിലേക്ക് എത്തിച്ചേരുകയില്ല എന്നാണ്. പക്ഷേ കോണ്ടൺ കമ്മിറ്റി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടെത്തിയിരിക്കുന്ന പല UFO സൈറ്റിങ്ങുകളും യാഥാർത്ഥ്യമാണ് എന്ന് അതിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ വേറെയും ചില പാനലുകൾ വന്നിരുന്നു. 1953 വന്ന പാനലാണ് റോബർട്ട്സൺ പാനൽ. 2 ഗവേഷകർ നേതൃത്വം നൽകുന്ന ഒരു സിംപോസിയമായിരുന്നു അത്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട UFO സൈറ്റിങ്ങുകളെ കുറിച്ച് ചർച്ച ചെയ്യുക, അതിൽ നിന്നും ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. അവർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക തന്നെ ചെയ്തു. എന്നാൽ ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്ന UFO സൈറ്റിങ്ങുകളൊന്നും യാഥാർത്ഥ്യം അല്ല എന്നാണ്. പ്രോജക്റ്റ് ബ്ലൂ ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങളുടെ അവസാനം 1969 അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. എന്തായിരുന്നു അതിൻ്റെ അവസാനത്തെ കൺക്ലൂഷൻ? അത് 1953 നടപ്പിലാക്കിയ അതേ റോബിൻസൺ പാനലിന്റെ കൺക്ലൂഷൻ തന്നെയായിരുന്നു. ഇവിടെ ഏലിയൻ UFO എന്ന് പറയുന്ന ഒരു പ്രതിഭാസമില്ല. ഏലിയൻ UFO ആയി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെയും അശാസ്ത്രീയമാണ്. അതിന്റെ പിന്നിൽ ഒരു വാസ്തവുമില്ല. പക്ഷേ ഇതിനോടൊപ്പം തന്നെ അമേരിക്കൻ ഗവൺമെന്റ് മറ്റൊരു കാര്യം കൂടി ചെയ്തു. ഏലിയൻ UFOയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല പഠന റിപ്പോർട്ടുകളും അവർ ക്ലാസിഫൈ ചെയ്തു. അതിന്റെ അർത്ഥം സാധാരണക്കാർക്ക് ആ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ എടുക്കാൻ സാധിക്കുകയില്ല. ശരിക്കും അത് യാഥാർത്ഥ്യത്തിന് മുൻപിൽ അവർ സൃഷ്ടിച്ച ഒരു പുകമറയല്ലേ? എന്തിനാണത് ജനങ്ങളിൽ നിന്നും ഒളിച്ചു വെച്ചത്? സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അത് മനസ്സിലാക്കിയതുകൊണ്ട് എന്ത് പ്രശ്നമാണ് അമേരിക്കൻ ഗവൺമെന്റിനുണ്ടാവുക? കുറേയധികം വർഷങ്ങളോളം പൊതുജനങ്ങളുടെ മുൻപിൽ അത് അടഞ്ഞു തന്നെ കിടന്നു. ഒടുവിൽ 2015 മാത്രമാണ് അത് മലർക്കെ തുറക്കപ്പെട്ടത്. ആ റിപ്പോർട്ടുകൾ എല്ലാവർക്കും എടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ നാഷണൽ ആർക്കൈവിൽ സൂക്ഷിച്ചു. പിന്നീട് ഈ ഫയലുകൾ പൊതുജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത് ഒരു UFO ഇൻവെസ്റ്റിഗേറ്ററായ റോബ് മെഴ്സർ ആണ്. പ്രോജക്റ്റ് ബ്ലൂ ബുക്കിൽ അടങ്ങിയിരുന്ന പല UFO സൈറ്റിങ്ങുകളുടെയും പഠനങ്ങൾ പൂർണ്ണമായിരുന്നില്ല. അതിൽ ഇനിയും നിരവധി പഠനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് വ്യക്തമായി. ആർക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും അറിയില്ലായിരുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കിയ കാര്യം എല്ലാവർക്കും വ്യക്തമായിരുന്നു. പക്ഷേ ആ പഠന റിപ്പോർട്ടുകൾ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വ്യക്തമല്ലായിരുന്നു. 1964 ഏപ്രിൽ മാസം ന്യൂ മെക്സിക്കോയിലെ സൊറോക്കയാണ് സ്ഥലം. പതിവ് പോലെ തന്നെ ആ രാത്രിയും വളരെയധികം ചൂടേറിയ ഒരു രാത്രിയായിരുന്നു. ഹൈവേയിലൂടെ അതിതീവ്രമായ വേഗതയിൽ ഒരു വാഹനം കടന്നു പോവുകയാണ്. കൈ കാണിച്ചിട്ട് നിർത്താതെ പോയ ആ വാഹനത്തിന് പിന്നാലെ ഒരു ട്രാഫിക് ഉദ്യോഗസ്ഥനും യാത്ര ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ലോണി സമോറ എന്നാണ്. പലതവണ ഹോൺ അടിച്ചിട്ടും ആ വാഹനം നിർത്താൻ കൂട്ടാക്കിയിരുന്നില്ല.
കൂടുതൽ വേഗതയിൽ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും സമോറയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ സാധിച്ചു. അത് മുൻപിലൂടെ യാത്ര ചെയ്യുന്ന കാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാഴ്ചയല്ല, മറിച്ച് റോഡിൻ്റെ വലതുവശത്തായി അല്പം അകലെ ഒരു വലിയ പ്രകാശമാണ് അദ്ദേഹം കണ്ടത്. എന്തോ വലിയൊരു അപകടം അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. തൊട്ടു മുൻപിലൂടെ ശക്തമായ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആ അപകടത്തിന് ഇരയായ ആളുകളെ രക്ഷിക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം റോഡ് സൈഡിലേക്ക് വണ്ടി ഒതുക്കുകയാണ് ചെയ്തത്. ശേഷം സ്ഫോടനം നടന്ന ഭാഗത്തേക്ക് അദ്ദേഹം അതിവേഗതയിൽ ഓടാൻ തുടങ്ങി. ഓടി ഒരല്പം എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. അവിടെ ഒരു വാഹനം കിടപ്പുണ്ട്. എന്നാൽ നേരെയല്ല ആ വാഹനം കിടക്കുന്നത്, തലകുത്തനെയാണ്. വലിയ രീതിയിലുള്ള അപകടം അവിടെ സംഭവിച്ചിരിക്കുന്നു. നേരിയ രീതിയിലുള്ള പ്രകാശം ഇപ്പോഴും അദ്ദേഹത്തിന് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. കുറെ കൂടി അടുത്തെത്തിയപ്പോൾ ശരിക്കും അദ്ദേഹം ഓട്ടത്തിന്റെ വേഗത കുറയ്ക്കുകയായിരുന്നു. കാരണം തൻ്റെ മുൻപിൽ കിടക്കുന്നത് ഭൂമിയിൽ നിർമ്മിതമായിട്ടുള്ള ഒരു കാറല്ല, അത് തലതിരിഞ്ഞ് കിടക്കുകയുമല്ല. വിചിത്രമായിട്ടുള്ള ഒരു പേടകമാണ് തൻ്റെ മുൻപിൽ കിടക്കുന്നത്. അതിന് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല, അതവിടെ ലാൻഡ് ചെയ്തു എന്ന് മാത്രം. അന്നുവരെ അദ്ദേഹം കണ്ടിട്ടില്ലാത്ത വിചിത്രമായിട്ടുള്ള ഒരു പേടകമായിരുന്നു അത്. അത് ശരിക്കും തലതിരിഞ്ഞ ഒരു കാറ് പോലെയാണ് കാണപ്പെടുന്നത്. പക്ഷേ അതൊരിക്കലും ഒരു കാറല്ല. വിചിത്രമായിട്ടുള്ള ഒരു പ്രകാശം അതിൽ നിന്നും ഉയർന്നു വരുന്നുമുണ്ട്. നേർത്ത അളവിൽ മാത്രമുണ്ടായിരുന്ന പ്രകാശത്തിന്റെ തീവ്രത ക്രമേണ വർദ്ധിക്കാൻ തുടങ്ങി. വർദ്ധിച്ച് ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും ശരിക്കും ആ പേടകത്തെ ഒന്ന് നോക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. പതിയെ ആ പേടകം മുകളിലേക്ക് ഉയർന്നു തുടങ്ങി. പക്ഷേ ഒരു റോക്കറ്റ് മുകളിലേക്ക് ഉയരുന്ന രീതിയിലായിരുന്നില്ല അതിന്റെ ഉയർച്ച. ഒരു രീതിയിലുള്ള റോക്കറ്റ് പ്രൊപ്പൽഷനും അദ്ദേഹത്തിന് അവിടെ കാണാൻ സാധിച്ചില്ല. കാറ്റത്ത് പറന്നു കിടക്കുന്ന ഒരു കരിയില പോലെ മന്ദമായി അത് മുകളിലേക്ക് പറന്നുയർന്നു. അല്പനേരം അലസമായി അവിടെ നിന്നതിന് ശേഷം അതിതീവ്രമായ വേഗതയിൽ അവിടെ നിന്നും അത് പറന്നു പോവുകയായിരുന്നു. ഇത്രയും പെട്ടെന്ന് ഇത്രയധികം ഉയർന്ന ഒരു ആക്സലറേഷൻ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു വസ്തുവിനും ലഭ്യമാകുന്നതല്ല. സമോറയെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് അതിന്റെ ശബ്ദമില്ലായ്മയാണ്. ഇത്രയധികം ശക്തമായ വേഗതയിൽ സഞ്ചരിച്ചിട്ടും ഒരു തരത്തിലുള്ള ശബ്ദവും അത് സൃഷ്ടിച്ചില്ല. ഈ വാർത്ത കാട്ടുതീ പോലെ ലോകം മുഴുവനും പടർന്നു പന്തലിക്കാൻ തുടങ്ങി. അതിനെ തുടർന്ന് പ്രോജക്ട് ബ്ലൂ ബുക്കിന്റെ നേതാക്കളിൽ ഒരാളായ ഹെനിക് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ തീരുമാനിച്ചു. ഹൈനെക് ആ പോലീസുകാരനെ കാണുന്നതിന് മുൻപ് കരുതിയിരുന്നത് ഇത് ആ പോലീസുകാരൻ ഉണ്ടാക്കി പറഞ്ഞ വെറും കെട്ടുകഥ മാത്രമാണെന്നാണ്. എന്നാൽ നേരിട്ടുള്ള സംഭാഷണത്തിലൂടെയാണ് അത് വെറും കെട്ടുകഥയല്ല, അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം അതിശക്തമായിട്ടുള്ള ഒരു ട്രോമയിലൂടെയാണ് ആ പോലീസുകാരൻ കടന്നുപോയത്. ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ട്രാക്ക് റെക്കോർഡും വളരെ ക്ലിയർ ആയിരുന്നു. ഇതിനു മുൻപോ അതിനുശേഷമോ ഏതെങ്കിലും തരത്തിലുള്ള അശാസ്ത്രീയമായ പ്രചരണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു അൺനോൺ ഫിനോമിനയായിട്ടാണ് പ്രോജക്ട് ബ്ലൂ ബുക്കിൽ രേഖപ്പെടുത്തിയത്. 2 വർഷങ്ങൾ കൂടി മുന്നോട്ട് പോയി. 1966 മാർച്ച് മാസം ടെക്സാസിലെ ഷെപ്പേർഡ് എയർഫോഴ്സ് ബേസ്. സമയം അർദ്ധരാത്രി പിന്നിട്ടിരിക്കുന്നു. സൂര്യൻ ഉദിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എയർബേസിനോട് ചേർന്ന് കിടക്കുന്ന ഒരു റോഡ്, വളരെ വിശാലമായി കിടക്കുന്ന ആ റോഡിലൂടെ ഒരു വാഹനം പതിയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 56 വയസ്സുള്ള എഡി ലാക്സൺ എന്ന ഇലക്ട്രീഷ്യൻ ആയിരുന്നു ആ വാഹനം ഓടിച്ചിരുന്നത്. റോഡും ചുറ്റുപാടുമൊക്കെ ശരിക്കും ശൂന്യമായ അവസ്ഥയിൽ തന്നെയാണ്. അവിടെ ആരെയും തന്നെ കാണാൻ സാധിക്കുന്നില്ല. അവിടെ ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് റേഡിയോയിൽ നിന്നും വരുന്ന ചെറിയ ചില സംഭാഷണങ്ങൾ മാത്രമാണ്. എന്നാൽ അല്പം കഴിഞ്ഞപ്പോഴേക്കും സംഗതി ആകെ മാറുകയായിരുന്നു. ആ റേഡിയോയിലുണ്ടായിരുന്ന സംഭാഷണം പൊടുന്നതിന് തന്നെ നിലയ്ക്കുകയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ റോഡിന്റെ മധ്യഭാഗത്ത് വിചിത്രമായ ഒരു സ്ട്രക്ചറാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. പെട്ടെന്ന് തന്നെ അദ്ദേഹം വാഹനം സഡൻ ബ്രേക്ക് പിടിച്ച് നിർത്തുകയും ചെയ്തു. നേരിയ ഭയത്തോടെ അദ്ദേഹം വാഹനത്തിന് വെളിയിലേക്ക് ഇറങ്ങി. അപ്പോൾ മാത്രമാണ് മുൻപിലുള്ള കാഴ്ച കൂടുതൽ വ്യക്തതയോടുകൂടി അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. വലിയൊരു പേടകമാണ്. അതിന് 75 അടിയോളം നീളമുണ്ട്. അതിന് 8 അടി ഉയരമുണ്ട്. അതിന്റെ വീതി എന്ന് പറയുന്നത് 12 അടിയാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു സ്ട്രക്ചർ ആയിരുന്നു അദ്ദേഹത്തിന് അന്ന് കാണാൻ സാധിച്ചത്. തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ സാധിക്കാത്ത വിചിത്രമായിട്ടുള്ള ഒരു രൂപം. ആ പേടകം 4 സ്റ്റാൻഡുകളിലായിട്ടാണ് പ്രതലത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. കൂടാതെ അതിന്റെ ഒരു വശത്തായി നീളമേറിയ ഒരു വാതിലും കാണാൻ സാധിക്കും. ആ പേടകത്തിന്റെ വാതിലിനോട് ചേർന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു നമ്പരും കാണാൻ സാധിച്ചു. TL 4768 എന്നായിരുന്നു ആ നമ്പർ. ആ കാലഘട്ടത്തിൽ ഈ വലിപ്പത്തിലുള്ള എയർക്രാഫ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാ എയർക്രാഫ്റ്റുകൾക്കും ചിറകുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം കണ്ടിരിക്കുന്ന ക്രാഫ്റ്റിന് ചിറകൊന്നും തന്നെ ഇല്ല. പേടകത്തിന്റെ 4 സ്റ്റാൻഡുകളുടെയും ഭാഗത്തായി പ്രകാശമുണ്ട്. അത്ര വലിയ പ്രകാശമൊന്നുമല്ല, എന്നാൽ കാര്യങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്.
ആ പ്രകാശത്തിന്റെ ഇടയിലൂടെ അവിടെ എന്തോ ഒരു വസ്തു അനങ്ങുന്നതായി അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. മനുഷ്യന്റെ രൂപമുള്ള ഒരു വ്യക്തിയാണ് അവിടെ നിൽക്കുന്നത്. ഒരുപക്ഷെ മനുഷ്യൻ തന്നെ ആയിരിക്കാം. എന്നാൽ ആ വ്യക്തി ഒരു യൂണിഫോം ധരിച്ചിട്ടുണ്ട്. അല്പനേരം കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയും ഇവിടെ ഒരു മനുഷ്യൻ കാണുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കി. തന്നെ ഒരാൾ കാണുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയ വ്യക്തി വേഗത്തിൽ തന്നെ പേടകത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. പിന്നെ ഒട്ടും വൈകിയില്ല, ശക്തമായ വേഗതയിൽ അത് അവിടെ നിന്നും പറന്നു പോവുകയായിരുന്നു. മണിക്കൂറിൽ ഏകദേശം 1000 കിലോമീറ്റർ വേഗതയിലാണ് അത് സഞ്ചരിച്ചിരുന്നത്. 2 വർഷങ്ങൾക്ക് മുൻപ് ആ പോലീസുകാരൻ കണ്ടതുപോലെ തന്നെയുള്ള ഒരു കാഴ്ച. ഇവിടെയും ശബ്ദമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല, പക്ഷേ ശബ്ദത്തെക്കാൾ കൂടുതൽ വേഗതയിലാണ് അത് സഞ്ചരിച്ചത്. അങ്ങനെയാണെങ്കിൽ പോലും ഒരു സോണിക് ബൂം അവിടെ കേൾക്കേണ്ടതായിരുന്നു. എന്നാൽ അതവിടെ കേട്ടിട്ടില്ല. അതൊരു ഏലിയൻ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം ആ വ്യക്തി ശരിക്കും ഒരു മനുഷ്യനെ പോലെ തന്നെയാണ് കാണപ്പെട്ടിരുന്നത്. എന്നാൽ അത് മനുഷ്യന്റെ രൂപമുള്ള ഒരു ഏലിയൻ അല്ല എന്ന് പറയാനും സാധിക്കുകയില്ല. ഇനിയിപ്പോൾ മനുഷ്യന്റെ രൂപം സ്വീകരിച്ച ഒരു ഏലിയനും ആകാം. പക്ഷേ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തെളിവുകളും ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വ്യക്തമായി പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. ആ വ്യക്തിക്ക് മനുഷ്യന്റെ രൂപമാണെങ്കിലും അത്തരത്തിലുള്ള ഒരു ക്രാഫ്റ്റ് നിർമ്മിക്കാൻ ഈ ഒരു കാലഘട്ടത്തിൽ പോലും മനുഷ്യർക്ക് സാധ്യമായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ടൈം ട്രാവലിലൂടെ ആ കാലഘട്ടത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു മനുഷ്യനായിരിക്കുമോ അത്? പ്രോജക്റ്റ് ബ്ലൂ ബുക്ക് ഇതിനെ വളരെയധികം ഗൗരവത്തോടു കൂടി തന്നെയാണ് നോക്കിക്കണ്ടത്. കാരണം ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള കാഴ്ചകൾ കണ്ടവരാണ്. എല്ലാവരുടെയും അനുഭവങ്ങൾക്ക് ഒരുപാട് സാമ്യവുമുണ്ട്. അങ്ങനെ ഒരേപോലെ സാമ്യം വരണമെങ്കിൽ അതെല്ലാം ഏകദേശം ഒരേ തരത്തിലുള്ള പേടകങ്ങൾ തന്നെയായിരിക്കും. എന്തായിരുന്നു ആ പേടകങ്ങൾ? എന്തായിരിക്കാം അതിൽ യാത്ര ചെയ്തവരുടെ ഉദ്ദേശ ലക്ഷ്യം? ഒന്നും ഇപ്പോൾ നമുക്ക് വ്യക്തമല്ല.